അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളി വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ വാർത്തകളും കോളേജുകളിലും മാനേജ്മെൻറ്റുകളിലും ഏജൻറ്റുമാരിൽ നിന്ന് ലഭിക്കുന്ന പീഡന കഥകളും വളരെയധികം ഹൃദയവേദനയോടുകൂടി ആണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. കാരണം നാളെ ഈ വക കരച്ചിലുകളും നിലവിളികളും കേരളത്തിലെ ഒരു വീട്ടിലും ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് തരുന്ന ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് ഈ വാർത്തകൾ. നമസ്കാരം, ഞാൻ എം കെ തോമസ്. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ക്ഷമാപണത്തോടു കൂടിയും അതിലേറെ ദുഃഖഭാരത്തോടു കൂടിയും ഞാൻ ഇതിൻ്റെ കണ്ടന്റിലേക്ക് പ്രവേശിക്കട്ടെ. കണ്ടന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു രക്ഷകർത്താവ് നിലവിളിച്ചുകൊണ്ട് തനിക്കെൻ്റെ കുഞ്ഞിന്, തൻ്റെ കുട്ടിക്ക് പറ്റിയ ഒരു സംഭവം എന്നോട് പങ്കുവയ്ക്കുന്നതിൻ്റെ ഓഡിയോ നിങ്ങളൊന്ന് കേൾക്കണം. ഇനി ഈ വിവരത്തോടും ഈ ശബ്ദത്തോടും സംസാരിക്കാൻ എൻ്റെ മകൾക്ക് ഇനി സാധിക്കില്ല. അവളെ ചങ്ങലക്കിട്ട് കഴിഞ്ഞു. പക്ഷെ ഇതൊക്കെ ഒരു ദണ്ണാണ് കേട്ടോ. ഇതൊക്കെ മനസ്സ് നൊന്തിൻ ദണ്ണാണ്. ഇത്രയും വിവരത്തോട് കൂടിയിട്ടുള്ള എൻ്റെ മകളുടെ ഈ വോയിസ് ഞാൻ എന്തെടുത്ത് വയ്ക്കും? അവള് സുഖപ്പെട്ടു വരുമോ ഇല്ലേ എനിക്കറിയില്ല. അവള് അത്രയും ഡിപ്രഷനിലായിപ്പോയി. മനസ്സിലായിട്ടുണ്ടോ? താൻ ഞങ്ങളെ സഹായിക്കാതെ സഹായിച്ചവനാ. തനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കും, എന്നും പ്രാർത്ഥിക്കും. കേട്ടല്ലോ മലയാളി, ഈ കരച്ചിൽ നിന്റെ വീട്ടിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, അല്ലാതെ എൻ്റെ യാതൊരു സ്വാർത്ഥ താല്പര്യത്തിനുമല്ല. ഈ വിഷയം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടൊരു വാർത്തയെ സംബന്ധിച്ചാണ്. അതിൻ്റെ ആ വാർത്തയുടെ ലിങ്ക് ഞാൻ ആദ്യത്തെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കണം. ഈ കുട്ടി ആ കോളേജിൽ നേരിട്ട പീഡനങ്ങൾ, അതാണ് ആ കുട്ടി ഞാനുമായിട്ട് പങ്കുവച്ചത്. ഞാനത് പ്രസിദ്ധീകരിച്ചത് സമൂഹത്തിന് ഈ കോളേജുകാരെ പറ്റി ഒരു അവബോധം ലഭിക്കാനും ജാഗ്രത പാലിക്കാനും വേണ്ടിയിട്ടാണ്. ആ വാർത്ത വന്നു. ആ കുട്ടിയുടെ രക്ഷിതാവ് എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ആ ഫോൺ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ മറ്റൊരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ ആ ഒരു വിവരം ഞാൻ അന്ന് അറിഞ്ഞ് ഞാൻ ആ വാർത്ത എടുത്ത് കളഞ്ഞാണ്. എനിക്കെന്നാ, നിങ്ങളുടെ കുട്ടിക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതല്ല ഇവിടെ വിഷയം. ഈ രക്ഷകർത്താവ് പറയുന്നത് കേട്ടോ, ഈ നരഭോജികളായ ഈ മാനേജ്മെൻറ്റും അവരുടെ കൂടെ അവർക്കൊത്താശ ചെയ്യുന്ന കുട്ടികളും കൂടിയാണ് ഈ പാവം പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിച്ച് എന്തുകൊണ്ട് സംഭവിച്ചു. രക്ഷകർത്താവ്, നിങ്ങളൊരു കാര്യം ഓർക്കണം. ഞാനുമായിട്ട് പങ്കുവെച്ച് പല ആൾക്കാരും പല വിവരങ്ങളും ഞാനുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. പലരും പറയുന്നുണ്ട് ഇത് പ്രസിദ്ധീകരിക്കരുത് എന്ന് പറയുന്നത്. ഞാൻ പ്രസിദ്ധീകരിക്കാറില്ല, അത് സ്വകാര്യമായിട്ട് വെക്കും. ഇതിനകത്ത് എന്നെപ്പറ്റി ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. കുട്ടി സ്റ്റേണായിട്ട് എന്ന് പറഞ്ഞു, സാറേ വാർത്ത പിൻവലിക്കരുത്, എല്ലാവരും അറിഞ്ഞില്ലേ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സാർ എൻ്റെ ഒപ്പം കാണുമെന്നും ആ കുട്ടി എന്നോട് കാണണം എന്നും ആ കുട്ടി എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അതിന് തിരിച്ചൊരു മറുപടി അയച്ചു. ആ കുട്ടി അയച്ച ഓഡിയോ കുട്ടി ആദ്യം പറയണം, സാറേ പുറത്ത് വിടരുതെന്ന്. അതുകൊണ്ട് ഞാൻ ഇവിടെ അത് പബ്ലിഷ് ചെയ്യുന്നില്ല. പകരം രക്ഷകർത്താവേ, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ കുട്ടിയെ ഈ കോളേജ് മാനേജ്മെൻറ്റും അവൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന പലവിധ തട്ടിപ്പുകൾക്കും വെട്ടിപ്പുകൾക്കും അവിടെ കൂട്ടി നിൽക്കാൻ ആ കുട്ടികളും കൂടിയാണോ അത് ചെയ്തത് എങ്കിൽ നിങ്ങൾ ദയവായിട്ട് പോലീസിൽ ഒരു പരാതി കൊടുക്കണം. നിങ്ങളുടെ കുട്ടിക്ക് നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പരാതി കൊടുക്കൂ. അല്ലാതെ എന്താണ് ഇതിനകത്തൊരു മാർഗം? നിങ്ങൾ ആലോചിക്കൂ. ആ പരാതി കൊടുക്കുന്ന കൂട്ടത്തിൽ കൊടുത്തു കഴിയുമ്പം ഇവിടെ നടക്കുന്ന സംഭവവാസങ്ങൾക്ക് ഒരു പരിധി വരെയും നമുക്ക് നീതി ലഭിക്കും. വ്യാജ നേഴ്സിംഗ് പഠന തട്ടിപ്പ്, ഹോസ്റ്റലിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഈ പെൺകുട്ടിയെ ഹോസ്റ്റലിൻ്റെ മുകളിൽ നിന്ന് താഴെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. കൊലപാതക കേസ്, കുറ്റം. പിന്നെ ഫോൺ ചെയ്ത് 100 കണക്കിന് ഫോൺ വന്നെന്നാണ് പറയുന്നത്. എങ്കിൽ മാനസിക പീഡനം. ഈ കുട്ടികളെ ആരെ നിങ്ങൾ ഒരു ദാക്ഷിണ്യത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തരുത്. അവർ പഠിക്കാൻ വന്നവർ പഠിക്കണം. മാനേജ്മെൻറ്റ് ചൊൽപ്പടിക്ക് നിന്ന് ഹീനമായ പ്രവൃത്തികൾക്ക് കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് അവരും ശിക്ഷ അനുഭവിക്കണം. നിങ്ങൾ അവരുടെ പേരിൽ ആ മൊബൈൽ നമ്പർ കാണുമല്ലോ, ആ നമ്പറെല്ലാം വെച്ച് ആരൊക്കെയാണ് ഭീഷണിപ്പെടുത്തി, ആരൊക്കെയാണ് എന്താണ് പറഞ്ഞ് അതിൻ്റെ പേരിൽ കേസ് കൊടുക്കണം.
ഒരു പരാതി കൊടുക്കണം പോലീസിന്. ഇതിൽ പോലീസ് അന്വേഷിക്കട്ടെ ഇവിടെ എന്തെല്ലാമാണ് സംഭവിക്കുന്നതെന്ന്. വെറുതെ വിടരുത്. അവിടെ പറയുന്ന ഒരു വ്യക്തി സെനറ്റ് മെമ്പർ ആയത് എങ്ങനെ ഏതെല്ലാം കള്ളത്തരം കാണിച്ചാണെന്ന് നിങ്ങളുടെ മകൾ എന്നോട് വെളിപ്പെടുത്തിയ വീഡിയോ നിങ്ങൾ കേട്ടതല്ലേ? അത് തെളിയട്ടെ. അതുപോലെ അവിടെ പഠിക്കുന്ന മക്കള് അവർ കാണിച്ച കുറ്റകൃത്യം പുറത്തു വന്നല്ലോ എന്ന് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ മകളുടെ നേരെ അവർ ഈ ഹീനമായ പ്രവൃത്തിക്ക് മുതിർന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ എത്രയോ പെൺകുട്ടികളെ ഇവർ മോശമായ രീതിയിൽ പലതിനും പ്രലോഭിപ്പിച്ചിരിക്കുന്നു. ആരൊക്കെ ഉണ്ടെന്ന് പുറത്തു വരട്ടെ. ഇതിന് കൂട്ടു നിൽക്കുന്ന പലരും ഉണ്ട്. ഇവിടെ ക്ലാസ്സിൽ കയറാതെ നേഴ്സിംഗ് പഠിക്കുന്ന 100 കണക്കിന് കുട്ടികളുണ്ട്. അവരും നിയമത്തിൻ്റെ മുമ്പിൽ വരട്ടെ. അവർ ചെയ്യുന്ന സാമൂഹ്യ ദ്രോഹം, സ്വന്തം രാഷ്ട്രത്തോട് കാണിക്കുന്ന തെറ്റ് ലോകം അറിയട്ടെ. നിങ്ങൾ മുമ്പോട്ട് വരൂ, പരാതി കൊടുക്കും. നിങ്ങളോടൊപ്പം സംഘടന ഞാനുമുണ്ട്. എന്തിനും വേണ്ടി. നിങ്ങൾ ആരെയും ഭയക്കരുത്. നിങ്ങളുടെ ബുദ്ധിമുട്ടിലും നിങ്ങൾക്ക് ഇന്ന് അനുഭവിക്കുന്ന മാനസിക വിഷമത്തിലും സഹതാപം പ്രകടിപ്പിക്കുക അല്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ അന്ന് പറഞ്ഞു എൻ്റെ പേര് സൈബർ കേസ് കൊടുക്കുമെന്ന്. കൊടുക്കൂ. ഞാൻ പറഞ്ഞോ വേണ്ടെന്ന് പറഞ്ഞോ? അതിന് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ കുട്ടി എന്നോട് പറഞ്ഞു സാറേ അതൊന്നും മാറ്റുക വേണ്ട എന്നുള്ളത്. എൻ്റെ കയ്യിൽ തെളിവിരിപ്പുണ്ട്. നിങ്ങൾ അത് ചെയ്യൂ. പരാതി കൊടുക്കുമ്പോൾ എൻ്റെ പേരും കൊണ്ട് കൂട്ടി നിങ്ങൾ പരാതി കൊടുക്കണം. അങ്ങനെയെങ്കിലും ഈ തട്ടിപ്പും ഈ ഗൂഢാലോചന ഈ നിയമവിരുദ്ധമായിട്ടുള്ള പഠനങ്ങളും വെളിയിൽ വരട്ടെ. അല്ലാതെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ സഹകരിച്ചാലല്ലേ എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ മകൾക്ക് സംഭവിച്ച ആ വിപത്ത് നാളെ ഒരു കുട്ടിക്കും ഉണ്ടാകരുത്. അവിടെ പല കുട്ടികളും ഭീഷണിയുടെ നിഴലിലാണ് കഴിയുന്നത്, ജീവിക്കുന്നത്. തെറ്റ് കാണിച്ച് ചൂണ്ടിക്കാണിച്ച് അതിനെതിരെ പ്രതികരിക്കുന്ന മക്കളെ, വിദ്യാർത്ഥികളെ ഇങ്ങനെയാണോ ഒരു മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്? ഈ 4 പേരും കൂടെ കാണിക്കുന്ന കൊള്ളരുതായ്മകളും കുറ്റകൃത്യങ്ങളും പുറലോകം അറിയട്ടെ. എന്നെ പഴിച്ചിട്ടോ എന്നെ കുറ്റം പറഞ്ഞിട്ടോ എന്നെ ശപിച്ചിട്ടോ കാര്യമില്ല. നിങ്ങൾ മുമ്പോട്ട് വരണം. ഈ വീഡിയോ ഈ ശാന്തിധാമ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈ വീഡിയോ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇപ്പോൾ കൂടുതൽ പറയാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇവരെപ്പറ്റിയുള്ള ബാക്കി കുറേ കാര്യങ്ങൾ വീണ്ടും വരും വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാം. നന്ദി, നമസ്കാരം.